ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതപ്പൊടി വെച്ചിട്ട് അല്ലെങ്കിൽ നേഴ്സറി പൊടി വെച്ചിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ചധികം ദിവസങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അമൃതപ്പൊടിയാണ്. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നീട് ചേർക്കാൻ പോകുന്ന 1/2 ടീസ്പൂൺ വെളുത്ത എള്ളാണ്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കായം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അമൃതപ്പൊടിയിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, എങ്കിലും നമ്മൾ 2-3 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. മിക്സ്ചറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി എന്നാലും കുഴപ്പമില്ല. ഇനി ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളം ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് കൈ വെച്ച് കുഴക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലായിടത്തേക്കും പൊടി ഒന്ന് നനച്ച് കൊടുക്കുക. പൊടി ഒന്ന് തണുത്തതിന് ശേഷം കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഈ ഒരു പൊടി. മാത്രമല്ല, നമ്മളിത് സേവനായിലിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ്ചറിന് ക്രാക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മിക്സ് ഒന്ന് നല്ല പോലെ സോഫ്റ്റ് ആവണം. അപ്പോൾ അതുവരെ 2-3 മിനിറ്റ് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റ് ആയ പോലെ തോന്നണം. ആ രീതിയിൽ വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇതിപ്പോൾ റെഡിയാണ്. ഇത് നമ്മൾ സേവനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം ഒന്നും ഉണ്ടാക്കുന്ന അച്ചല്ല എടുത്തിരിക്കുന്നത്, അത് വളരെ ചെറുതല്ലേ, അതിൻ്റെ കുറച്ചും കൂടെ വലിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത് മിക്സ്ചർ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് അതിലോട്ട് കുറച്ച് കുഴച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് നമ്മളെങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മിക്സ്ചർ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരുന്ന രീതിയിൽ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു തുടം വെളുത്തുള്ളിയാണ്. അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ക്രഷ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതൊന്ന് ഇട്ട് കൊടുത്ത് രണ്ടും ഒരുപോലെ ഒന്ന് മുരിഞ്ഞ് വരണം. അതുവരെ രണ്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. പൂർണ്ണമായിട്ടും അത് രണ്ടും എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് മിക്സ്ചർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ച് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് ഓരോ പീസസ് ആക്കി ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ഇനി കറക്റ്റായിട്ട് നമ്മൾ ഇടിയപ്പമൊക്കെ ചെയ്യുന്നത് പോലെ റൗണ്ടാക്കി ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അത് നല്ല പോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ പൊടിച്ചെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലോട്ട് മിക്സ്ചർ അത് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കൊന്ന് മൊരിഞ്ഞ് ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. ഒന്ന് തണുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നിങ്ങനെ വാടിപ്പോകും. അപ്പോൾ അത് വേണ്ട. കറക്റ്റായിട്ട് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഈ ടൈം ആകുമ്പോൾ തന്നെ കോരി എടുക്കാൻ നോക്കണം. നമ്മൾ കുറച്ചങ്ങ് വെയിറ്റ് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കുറേശ്ശെ ആയിട്ട്. ഇനി അതും സെയിം പോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പോൾ സെക്കൻഡ് ട്രിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റിയിട്ട് നല്ല പോലെ എണ്ണയൊന്ന് കളഞ്ഞിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ടുണ്ടാക്കിയ നല്ല ക്രിസ്പി ടേസ്റ്റി ഹോം മെയ്ഡ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. മാത്രമല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റണേ. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും കുറച്ച് ഒരു 2-3 ആഴ്ചകളോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാം. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അമൃതപ്പൊടി ഒന്നും വേറെ രീതിയിലൊന്നും ഉണ്ടാക്കി ടൈം കളയണ്ട. കുട്ടികളൊക്കെ കഴിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.